ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫേസിൽ ഈ ഒരു ഭാഗത്തും മൂക്കിൻ്റെ ഇവിടെയൊക്കെ ആയിട്ട് കുഞ്ഞി കളറിൽ ബ്ലാക്ക് പോയിന്റ് ആയിട്ട് കാണാം. നമ്മൾ ബ്ലാക്ക് ഹെഡ്സ് എന്നൊക്കെ പറയുന്നത്. പക്ഷെ നമുക്ക് അതൊന്ന് മനസ്സിലാക്കാനുള്ള കാര്യം രണ്ട് രീതിയിലുള്ള ബ്ലാക്ക് ഹെഡ്സ് വരുന്നുണ്ട്. അപ്പം അത് മനസ്സിലാക്കി വെക്കുക. അതിലൊന്ന് അങ്ങനെ എങ്ങും പോവാത്തൊരു സംഭവമാണ്. അതാണ് നിങ്ങൾ എപ്പോഴും ഇങ്ങനെ എന്താ പറയുക പിന്നെയും ബ്ലാക്ക് ഹെഡ്സ് വരുന്നത്. നമ്മൾ ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് നമ്മളത് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടും പിന്നെയും ബ്ലാക്ക് ഹെഡ്സ് വരുന്നത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അതെങ്ങനെയാന്നുള്ളത്. അപ്പോൾ അതെന്താ പോവാത്തതെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകണം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ അത് മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളതും കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളെ ഫേസിൽ വരുന്ന ഈ ഒരു കുഞ്ഞി ബ്ലാക്ക് കളറിൽ കാണുന്നതാണെങ്കിൽ നമ്മൾ രണ്ട് രീതി പറയും. ഒരു വൈറ്റ് കളറിൽ കാണുന്നത് അത് സെബേഷ്യസ് ഫിലമെന്റ്സ് ആണ്. ഈ സെബേഷ്യസ് ഫിലമെന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മളെ ഇവിടെ വരുന്ന കുഞ്ഞു പോൾസിൽ ഓയിൽ ഉണ്ടാവും. ഈ ഓയിൽ നമ്മളെ സ്കിന്നിന്റെ ഏറ്റവും മുകളിലുള്ള ലെയറിലേക്ക് വന്ന് നിൽക്കുന്നതിനാണ് നമ്മൾ ആ ഒരു സെബേഷ്യസ് ഫിലമെന്റ്സ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഒരിക്കലും അടഞ്ഞു പോവാത്ത പോൾസാണ്. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അത് എപ്പോഴും പുറത്തേക്ക് വന്നുകൊണ്ട് നിൽക്കും. അത് ചിലപ്പം കുറച്ചൊരു ബ്ലാക്ക് ഷെയ്ഡിലേക്ക് ആയിട്ട് കാണാം. അതാണ് നമ്മൾക്ക് എന്ത് കളിച്ചിട്ടും പോവാത്തൊരു ഇഷ്യൂ വരുന്നത്. അത് എപ്പോഴും ആ ഒരു പോൾസ് അടഞ്ഞു പോകുന്നില്ല. അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്ന ഒരു സംഭവം അതിനെക്കൊണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ബ്ലാക്ക് കളറിൽ എപ്പോഴും കുഞ്ഞു ഡോട്ട് കാണുന്നത്. ഈ ബ്ലാക്ക് ഹെഡ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഇവിടെ കുഞ്ഞി പോൾസ് ഉണ്ടല്ലോ, ഇതിലേക്ക് നമ്മളെ ഡെഡ് സെൽസും ഇവിടെയുള്ള ഓയിലും കൂടി പുറത്തേക്ക് വരുന്നതിനാണ് ഈ ബ്ലാക്ക് ഹെഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ബ്ലാക്ക് ഹെഡ്സ് ആണോ അല്ലെങ്കിൽ സെബേഷ്യസ് ഫിലമെന്റ്സ് ആണോ ഉള്ളതെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സൈഡിൽ ഒരു ഫോട്ടോ ആയിട്ട് കൊടുക്കുക. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഈ ഒരു രീതിയാണ്, അതായത് എല്ലാം സെയിം കുഞ്ഞി ഒരേപോലത്തെ പോൾസ് ആണെങ്കിൽ, അതായത് ഒരു അച്ചിൽ വാർത്ത പോലെ എല്ലാവരും ഒരേ സൈസിൽ വരുന്ന കുഞ്ഞാണെങ്കിൽ പോൾസ് ആണെങ്കിൽ അതെന്താ വെച്ചാൽ സെബേഷ്യസ് ഫിലമെന്റ്സ് ആണ്. അതാണ് നമുക്ക് മാറ്റിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളത്. പിന്നെ രണ്ടാമത് കുറച്ച് വലുപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുന്നത്, കുറച്ച് വലുത് കുറച്ച് ചെറുത് എന്നുള്ള രീതിയിലാണുള്ളത്. അതാണ് ബ്ലാക്ക് ഹെഡ്സ് വരുന്നത്. അത് രണ്ടും മനസ്സിലാക്കി വെക്കുക. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഇങ്ങനെ തൊട്ട് വെക്കുമ്പോൾ കുറച്ച് ഓയിലി അങ്ങനത്തെ ഒരു ടെക്സ്ചറാണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ, കുറച്ചൊരു ഓയിലി ടൈപ്പ്, അതായത് ഓരോന്നില്ലാത്ത ഒരു ഓയിലി ടെക്സ്ചർ ഫീൽ ചെയ്യുകയാണെങ്കിൽ അതും വരുന്നത് ഈ സെബേഷ്യസ് ഫിലമെന്റ്സിന്റെ ഭാഗത്തിൽ വരുന്ന അങ്ങനത്തെ ഒരു ടെക്സ്ചറാണ് വരിക, ഒരു ഓയിലി ടെക്സ്ചറാണ് വരിക. അല്ല കുറച്ചൊരു റഫ് ഫീൽ ചെയ്യുന്നതാണെങ്കിൽ അവിടെ ബ്ലാക്ക് ഹെഡ്സ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ബ്ലാക്ക് ഹെഡ്സ് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്ത് കുറച്ചൊന്ന് ആവി കൊണ്ടു കഴിഞ്ഞതിന് ശേഷം അപ്പോൾ കുറച്ചൊന്ന് അവിടെ ഒന്ന് സോഫ്റ്റ് ആവും. ആവി കൊണ്ട് ആ പോൾസ് ഒക്കെ ഒന്ന് ചെറുതായിട്ട് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ആവി കൊള്ളുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഒന്നെങ്കിൽ കുഞ്ഞി കോട്ടണിൽ ചൂടുവെള്ളത്തിൽ ഒന്ന് മുക്കിയിട്ട് ജസ്റ്റ് പിടിക്കുക, അല്ലെങ്കിൽ തുണിയിലോ അതേപോലെ മുക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അല്ല നിങ്ങൾ ഡയറക്റ്റ് ആവി കൊള്ളുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും. എന്നിട്ട് എന്താ വെച്ചാൽ അത് കഴിഞ്ഞതിന് ശേഷം അതൊന്ന് തുടച്ച് കഴിഞ്ഞിട്ട് അതിൽ കുറച്ച് തേന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് പോകുന്ന വരെ അപ്ലൈ ചെയ്യുക. പിന്നെ ഇത് നിങ്ങൾ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കൊടുക്കുക. അതായത് ഇന്നിപ്പം ഉപയോഗിച്ച് നാളത്തേക്ക് അത് പോയി കഴിഞ്ഞാൽ നാളെ പിറ്റേന്നും ചെയ്യണം എന്നല്ല പറയുന്നത്. പിന്നെ വരികയാണെങ്കിൽ അതിന് നിങ്ങൾ ടേക്ക് കെയർ ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും. അങ്ങനെയാണ് ബ്ലാക്ക് ഹെഡ്സ് വരുന്നത്. അതേപോലെ നമ്മൾ ചാർക്കോൾ മാസ്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ ഈ ഒരു സെബേഷ്യസ് ഫിലമെന്റ്സിന്റെ ഇഷ്യൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പോൾസ് അടയുന്നേ ഇല്ല. അത് അടഞ്ഞ് നമ്മൾ ഈ ഒരു ബ്ലാക്ക് ഹെഡ്സിന്റെ അടയും. പക്ഷേ ഈ സെബേഷ്യസ് ഫിലമെന്റ്സിന്റെ പോൾസ് അടയുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്. നമ്മൾ ബ്ലാക്ക് ഹെഡ്സിന്റെ ഒക്കെ പോലെ കുറച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് വരികയാണ്, അങ്ങനെയല്ല. ഇത് എപ്പോഴും ഇങ്ങനെ ഫില്ലായി കൊണ്ട് നിൽക്കുന്ന ഒരു സംഭവം. അതിനെക്കൊണ്ട് തന്നെ ആ ഒരു വൈറ്റ് കളറുള്ളത് എപ്പോഴും നമുക്ക് കൂടുതലായിട്ട് വന്ന് നിൽക്കും. അതാണ് നമ്മൾ കൂടുതലായിട്ട് കാണുന്നത്. അതിൽ ചെറിയൊരു ഷെയ്ഡ് വ്യത്യാസം വരുമ്പോഴാണെങ്കിൽ കുഞ്ഞു കറുപ്പ് കുത്തു പോലെ വരുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ വരാണ്ട് നിൽക്കാൻ ചെയ്യാൻ പറ്റിയ കാര്യം സാലിസിലിക് ആസിഡ് പിന്നെ റെറ്റിനോൾ പോലത്തുള്ള നമ്മളെ സിറം ഉണ്ടാവുമല്ലോ, അത് വാങ്ങിയിട്ട് നമ്മളെ ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ വെച്ചാൽ അത് എപ്പോഴും ക്ലീൻ ആയിക്കൊണ്ട് നിൽക്കും. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോൾ നിങ്ങൾക്ക് വെച്ചാൽ അതെങ്ങനെ പുറത്തേക്ക് വന്ന് പ്രൊജക്ട് ചെയ്ത് നിൽക്കാതെ നിൽക്കും. അത് എപ്പോഴും ക്ലീൻ ആക്കുന്നതിലൂടെ തന്നെ ചിലത് നമുക്കത് പിമ്പിളൊക്കെ ആയിട്ട് മാറും. ഇങ്ങനെ കുറേ ഡംപ് ചെയ്ത് വന്ന് നിന്ന് കഴിഞ്ഞാൽ ആ മൂക്കിൻ്റെ ഇവിടെ കുഞ്ഞു പിമ്പിൾസ് ഒക്കെ ആയിട്ട് വരുന്ന കണ്ടിട്ടില്ലേ, കുറച്ചൊരു വെള്ള കളറിൽ. അപ്പം അങ്ങനത്തെ ഒരു രീതിയിൽ നിന്നൊക്കെ നമുക്ക് ഒഴിവാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി വരുന്നു. നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഇങ്ങനെയാണ് നിങ്ങളെ ഫേസിലുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ട്രീറ്റ് ചെയ്തിട്ട് മാറ്റാൻ നോക്കുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.